തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനും അവയുടെ സുസ്ഥിരമായ ഉപയോഗത്തിനുമായി നിലവിൽ വന്ന ഏറ്റവും പഴയ അന്താരാഷ്ട്ര ഉടമ്പടികളിലൊന്നാണ് റംസാർ ഉടമ്പടി. 1971 ഫെബ്രുവരി 2-ന് ഇറാനിലെ കാസ്പിയൻ കടൽത്തീരത്തുള്ള റംസാർ നഗരത്തിൽ വെച്ചാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. 1975 ഡിസംബർ 21-ന് ഉടമ്പടി ലോകവ്യാപകമായി നിലവിൽ വന്നു. തണ്ണീർത്തടങ്ങളെ ഭൂമിയുടെ വൃക്കകൾ കിഡ്നീസ് ഓഫ് എർത്ത് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിലെ റംസാർ സൈറ്റുകൾ. 1982 ഫെബ്രുവരി 1-നാണ് ഇന്ത്യ ഈ ഉടമ്പടിയിൽ ഔദ്യോഗികമായി ചേരുന്നത്. ആകെ എണ്ണം 2026 മാർച്ചിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 98 റംസാർ സൈറ്റുകളുണ്ട്. പുതിയ കൂട്ടിച്ചേർക്കലുകൾ. ഗുജറാത്തിലെ കച്ച് പ്രദേശത്തെയും ഉത്തർപ്രദേശിലെ എറ്റ ജില്ലയിലെയും തണ്ണീർത്തടങ്ങൾ റംസാർ സൈറ്റുകളായി പ്രഖ്യാപിച്ചതോടെയാണ് ഇന്ത്യയിലെ ആകെ എണ്ണം 98-ൽ എത്തിയത്. ഇത് പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച വലിയൊരു നേട്ടമാണ്. ഇന്ത്യയിലെ റംസാർ സൈറ്റുകൾ. ആദ്യ സൈറ്റുകൾ 1981-ൽ ഒഡീഷയിലെ ചിൽക്ക തടാകവും രാജസ്ഥാനിലെ കിയോലാഡിയ ദേശീയോദ്യാനവുമാണ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഈ പട്ടികയിൽ ഇടം പിടിച്ചത്. ഏറ്റവും കൂടുതൽ സൈറ്റുകളുള്ളത്. തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ഇവിടെ ഏകദേശം 20ഓളം റംസാർ സൈറ്റുകളുണ്ട്. രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശിനാണ്. അവിടെ ഏകദേശം 11ഓളം ഉണ്ട്. ഏറ്റവും വലിയ റംസാർ സൈറ്റ് സുന്ദർബൻ തണ്ണീർത്തടം, പശ്ചിമ ബംഗാൾ. 4230 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തൃതി. ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് രേണുക തടാകം, ഹിമാചൽ പ്രദേശ്. 0.2 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തൃതി. ലോകത്ത് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള രാജ്യം യുണൈറ്റഡ് കിങ്ഡമാണ്. അവിടെ ഏകദേശം 175ഓളം റംസാർ സൈറ്റുകൾ ഉൾപ്പെടുന്നു. കേരളത്തിലെ റംസാർ സൈറ്റുകൾ. കേരളത്തിൽ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള 3 പ്രധാന ജലസ്രോതസ്സുകളാണ് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, വേമ്പനാട്ട് കോൾനിലങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകമായ വേമ്പനാട്ട് കായലും സമീപത്തെ കോൾനിലങ്ങളും ഉൾപ്പെടുന്നതാണ് ഇത്. ഇന്ത്യയിലെ രണ്ടാമത്തെയും കേരളത്തിലെ ഏറ്റവും വലുതുമായ റംസാർ സൈറ്റാണ് ഇത്. അഷ്ടമുടി കായൽ. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കായൽ അതിൻ്റെ സവിശേഷമായ 8 ശാഖകൾക്ക് പേരുകേട്ടതാണ്. തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ. ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണിത്. ഈ തടാകത്തിൽ കാവസ് എന്ന ലാർവകൾ വെള്ളം ശുദ്ധീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മുകളിൽ സൂചിപ്പിച്ചവയെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2002 ഓഗസ്റ്റ് 19-നാണ്. ലോക തണ്ണീർത്തട ദിന പ്രമേയങ്ങൾ. എല്ലാ വർഷവും ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നു. 2025 തീം നമ്മുടെ പൊതുവായ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാം. പ്രൊട്ടക്ട് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. 2026 തീം തണ്ണീർത്തടങ്ങളും അവർ പരമ്പരാഗത അറിവുകളും. സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുക. വെറ്റ്ലാൻഡ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റ് കൾച്ചറൽ ഹെറിറ്റേജ്.